ഹലോ ഫ്രണ്ട്സ്. ഇവളെന്താ ഈ കോലത്തിൽ? കുറേ കാലമായാലോ ഇവളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നയിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്ന? സത്യം പറയാലോ, വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, വളരെ ബിസി ആയിപ്പോയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. മീൻസ് ഡാൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റെപ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കളിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു ടീച്ചറെ അടുത്തുനിന്ന് പഠിച്ച് അങ്ങനെ ആദ്യമായിട്ട് ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ച് മേക്കപ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ട് വെക്കാം, പിന്നീട് എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെ എങ്ങനെയാട്ടോ വീഡിയോസിൽ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്കൊട്ടും അത് മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ ഒരു മുഖം മാറി വേറൊരു മുഖമായിട്ട് മാറിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ അവരൊക്കെ പറയുന്നത് എന്നെ ഭംഗിയുണ്ടെന്നൊക്കെയാണ്, പക്ഷെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എന്തോ ഒരു ഒരു കുറച്ചൊരു മെയിൽ ഫേസിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയിൽ ഐബ്രോസും അതുപോലെ തന്നെ ഐലൈനറും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഞാൻ ഇതുപോലെ എൻ്റെ മാരേജിനായിരിക്കും ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം നോർമലി ഞാനങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. പൊതുവേ വെറും ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യും. കാരണം ലിപ്സ്റ്റിക്ക് ഒരു എല്ലാവർക്കും, എല്ലാ ലേഡീസിനും, ഓൾമോസ്റ്റ് ഒരു 80% ലേഡീസിനും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണല്ലോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. പക്ഷേ ഇതുപോലൊരു ഹെവി മേക്കപ്പ് ഞാൻ ചെയ്തത് എൻ്റെ മാരേജിന് മാത്രമാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് ശരിക്കും പറയാൻ ചെയ്ത് 31st പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ആരംഭിക്കുന്നത് തന്നെ ഞാൻ ഈ ഒരു ഫേസിലാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മ്യൂസിക് കേട്ടിട്ട് മേക്കപ്പ് വീഡിയോസൊക്കെ ഫുൾ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സൽവാറാണ് വരുന്നത്. ഒരു നേവി ബ്ലൂവും പീച്ച് ഷെയ്ഡുമാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങളുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ച് അങ്ങനെ റെൻറ്റിന് എടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഡ്രസ്സിനെ കുറിച്ച് എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൂടാതെ തന്നെ നമ്മൾ പല സ്റ്റെപ്സിനും അത് ഡ്രസ്സ് വളരെയധികം പ്രാധാന്യം തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രസ്സ് വളരെയധികം റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സിലൊക്കെ ഭയങ്കരമായിട്ടത് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ ഡാൻസിന് വളരെ അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ എൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞങ്ങളെ പെർഫോമൻസിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂസിക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ട് ഞാൻ മ്യൂസിക് നമ്മളുടെ ഡാൻസിൻ്റെ മ്യൂസിക്കല്ല ആക്ച്വലി നമ്മൾ മ്യൂസിക് എന്ന് പറയുന്നത് നവാമി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കന്നഡ സോങ്ങാണ്. അപ്പോൾ അതിന് പകരം ഞാനൊരു മ്യൂസിക് ഇട്ടിട്ടാണ് ഡാൻസ് പെർഫോമൻസും അപ്ലോഡ് ചെയ്തത് കേട്ടോ. എനിക്ക് മേക്കപ്പിനേക്കാളും കുറച്ച് പ്രശ്നമായി തോന്നിയത് ഹെയർ ആണ്. എന്ന് വെച്ചാൽ അവർ ചെയ്തതല്ല, എനിക്ക് ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി കുറച്ച് മൈഗ്രെയിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എൻ്റെ ഓൺ ഹെയറൊക്കെ അവർ ജസ്റ്റ് പോലെ കെട്ടിയിട്ട് ബാക്കി ഒരു കേളി ഹെയർ ഫിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് കുറച്ച് നേരം ഭയങ്കര ഒരു വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് നമ്മൾ 12 ഉച്ചയ്ക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് 11:15 ആയിട്ട്. കാരണം ഞങ്ങളോട് 9 PM ആയിരുന്നു പ്രോഗ്രാം ടൈം പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, അതെന്തായാലും അത് എക്സ്റ്റെൻഡ് ആവും.
എൻ്റെ മുഖത്ത് കണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എൻ്റെ ഇഷ്ടക്കേട്. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഓക്കെ ആയിട്ടോ, ലിപ്സ്റ്റിക് ഇടാത്തപ്പോഴായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടപ്പം കുറച്ച് രസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.